Bar and Roundup, brought to you by Lulu Exchange, Al Hilal Hospital and Medical Center, Adventist Academy, and Lawrence Center for Global Education. നമസ്കാരം. ഇന്ന് ജൂലൈ 20 തിങ്കളാഴ്ച 4 PM ന്യൂസ് ബഹ്റിൻ റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ബഹ്റിനിൽ പൊതുഗതാഗത സംവിധാനം കൂടുതൽ ശക്തമാക്കുന്നു. രാജ്യത്തെ ഗതാഗത ശൃംഖലയുടെ കാര്യക്ഷമതയും സുസ്ഥിരതയും വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇലക്ട്രിക് ബസ് സർവീസുകൾ ആരംഭിക്കുന്നതിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ പൊതുബസ് ഡിപ്പോ സന്ദർശിച്ച് പ്രവർത്തന സജ്ജീകരണങ്ങളും പരിസ്ഥിതി സൗഹൃദ ഗതാഗത ശൃംഖലയിലേക്കുള്ള മാറ്റത്തിന്റെ ഭാവി പദ്ധതികളും നേരിട്ട് വിലയിരുത്തി. 2060 കാർബൺ രഹിത പദവി കൈവരിക്കുക എന്ന രാജ്യത്തിന്റെ ലക്ഷ്യത്തെ പിന്തുണയ്ക്കുന്നതിനാണ് ഇലക്ട്രിക് ബസ്സുകളിലേക്ക് മാറുന്നത്. ഇതിനായി UK ആസ്ഥാനമായുള്ള പ്രമുഖ അന്താരാഷ്ട്ര പൊതുഗതാഗത കമ്പനിയായ മൊബിക്കോ ഗ്രൂപ്പിന്റെ പ്രവർത്തന പരിചയം മന്ത്രാലയം പ്രയോജനപ്പെടുത്തും. ബഹ്റിനിൽ വീടുകളുടെ വാതിലുകളിലും വാഹനങ്ങളിലും പൊതുസൗകര്യങ്ങളിലും അനധികൃതമായി കടലാസ് പരസ്യങ്ങൾ പതിക്കുന്നവർക്കെതിരെ കർശന നടപടിക്ക് ശുപാർശ. ഇത്തരം പരസ്യങ്ങളിൽ ഭൂരിഭാഗവും വാണിജ്യ രജിസ്ട്രേഷൻ ഇല്ലാത്ത വ്യാജ ബിസിനസ്സുകളെ പ്രോത്സാഹിപ്പിക്കുന്നതാണെന്നും ഇതിനായി ഉപയോഗിക്കുന്നത് രജിസ്റ്റർ ചെയ്യാത്ത ഫോൺ നമ്പറുകളാണെന്നും മുനിസിപ്പൽ കൗൺസിലർ മുന്നറിയിപ്പ് നൽകി. ജനങ്ങളെയും അവരുടെ സ്വത്തുക്കളെയും അപകടത്തിലാക്കുന്ന ഇത്തരം വാണിജ്യ സുരക്ഷാ തട്ടിപ്പുകൾക്കെതിരെ മുനിസിപ്പാലിറ്റി കാർഷിക മന്ത്രാലയവും വ്യവസായ വാണിജ്യ മന്ത്രാലയവും സംയുക്തമായി പരിശോധന നടത്തണമെന്നും അപരിചിതമായ നമ്പറുകളുമായുള്ള ഇടപാടുകൾ പൊതുജനങ്ങൾ ഒഴിവാക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. വ്യാജ സ്വകാര്യ രേഖകൾ ചമച്ച് കമ്പനിയിൽ നിന്ന് അനധികൃതമായി സാമ്പത്തിക ധനസഹായം കൈപ്പറ്റിയ കേസിൽ 24 ഏഷ്യൻ സ്വദേശികളെ പബ്ലിക് പ്രോസിക്യൂഷൻ റിമാൻഡ് ചെയ്തു. അഴിമതി വിരുദ്ധ സാമ്പത്തിക ഇലക്ട്രോണിക് സുരക്ഷാ ജനറൽ ഡയറക്ടറേറ്റിന് കീഴിലുള്ള ഇക്കണോമിക് ക്രൈംസ് കോമ്പാക്റ്റിംഗ് ഡയറക്ടറേറ്റാണ് ഈ വലിയ തട്ടിപ്പ് ശൃംഖലയെ കണ്ടെത്തി അറസ്റ്റ് ചെയ്തത്. പ്രതികൾ ഒരു ധനകാര്യ സ്ഥാപനത്തെ കബളിപ്പിച്ച് പണം തട്ടിയെടുക്കാൻ വേണ്ടി ബോധപൂർവം വ്യാജരേഖകൾ നിർമ്മിച്ച് സമർപ്പിച്ചതായി അന്വേഷണത്തിൽ തെളിഞ്ഞു. കേസിൽ ഉൾപ്പെട്ട ഒളിവിലുള്ള മറ്റ് പ്രതികൾക്കായി തിരച്ചിൽ ശക്തമാക്കിയതായും വിചാരണാ നടപടികൾ ഉടൻ ആരംഭിക്കുമെന്നും അധികൃതർ അറിയിച്ചു. ബഹ്റിനിലെ പ്രവാസി തൊഴിലാളികൾക്ക് ആശ്വാസമേകി ഇന്ത്യൻ കമ്മ്യൂണിറ്റി റിലീഫ് ഫണ്ട് വർഷം തോറും നടത്തിവരുന്ന സമ്മർ ക്യാമ്പയിൻ തേഴ്സ്റ്റ് ക്വഞ്ചേഴ്സ് 2026 5ാം വാരത്തിലെ വിതരണം അംവാജിൽ വിജയകരമായി സംഘടിപ്പിച്ചു. അംവാജ് ബീച്ച് ഫ്രണ്ട് പ്രോജക്ട് വർക്ക് സൈറ്റിൽ നടന്ന ചടങ്ങിൽ 425ഓളം തൊഴിലാളികൾക്ക് കുടിവെള്ളം, ജ്യൂസ്, ലബാൻ, പഴവർഗ്ഗങ്ങൾ എന്നിവയടങ്ങിയ കിറ്റുകളും ഐസ്ക്രീമും വിതരണം ചെയ്തു. വേനൽക്കാലത്തെ കഠിനമായ ചൂടിൽ തൊഴിലാളികളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ ബഹ്റിൻ തൊഴിൽ മന്ത്രാലയം നടപ്പിലാക്കിയ നിയമങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് ഈ പദ്ധതി. വിവിധ സംഘടനകളുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും പിന്തുണയോടെ നടക്കുന്ന ഈ ക്യാമ്പയിൻ വേനൽക്കാലം അവസാനിക്കുന്നതുവരെ തുടരും. അർജന്റീനയും സ്പെയിനും തമ്മിൽ മാറ്റുരച്ച ഫിഫ ലോകകപ്പിന്റെ ആവേശകരമായ കലാശപ്പോരാട്ടം തത്സമയം കാണുന്നതിനായി ബഹ്റിനിലെ ഫുട്ബോൾ ആരാധകർ കൂട്ടത്തോടെ കഫേകളിലേക്കും ഹോട്ടലുകളിലേക്കും ഒഴുകിയെത്തി. മത്സരത്തിന് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ രാജ്യത്തെ പ്രമുഖ കേന്ദ്രങ്ങളെല്ലാം വലിയ സ്ക്രീനുകൾക്ക് മുന്നിൽ ജേഴ്സി അണിഞ്ഞെത്തിയ ആരാധകരെ കൊണ്ട് നിറഞ്ഞിരുന്നു. വൻ തിരക്ക് കണക്കിലെടുത്ത് ഭൂരിഭാഗം കഫേകളിലും ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ബുക്കിംഗ് പൂർണ്ണമായിരുന്നു. പ്രമുഖ ഹോട്ടലുകളും മാളുകളും ആരാധകർക്കായി പ്രത്യേക ഫാൻ സോണുകളും മത്സരങ്ങളും സമ്മാനങ്ങളും ഒരുക്കിയിരുന്നു. ടൂർണമെന്റിലെ അവസാന ആഴ്ച തങ്ങളുടെ ബിസിനസ്സിൽ സമീപകാലത്തെ ഏറ്റവും ഉയർന്ന വളർച്ചയാണ് രേഖപ്പെടുത്തിയതെന്ന് വ്യാപാരികൾ വ്യക്തമാക്കുന്നു. One day, your child will face big decisions. Will they have focus? Will they have confidence? Chess builds calm thinking and smart decision-making. It develops confidence, discipline, and patience for life. For kids age 5 to 15, structured learning from beginner to advanced. Expert coaches, personal attention. Join Arjan's Chess Academy. Classes available in Zinj Mahuz Manama. ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. ഇന്നത്തെ സ്വർണ്ണനിരക്ക് ബഹ്റിൻ ശ്രീനാരായണ കൾച്ചറൽ സൊസൈറ്റി ഉമ്മൽ ഹസം ഏരിയ യൂണിറ്റ് പുതിയ ഭാരവാഹികളോടെ പ്രവർത്തനം ആരംഭിച്ചു.
മുൻ തിരുക്കൊച്ചി മുഖ്യമന്ത്രി സി കേശവന്റെ സ്മരണാർത്ഥം സി കേശവൻ കുടുംബ യൂണിറ്റ് എന്നാണ് ഇതിന് നാമകരണം ചെയ്തിരിക്കുന്നത്. SNCS സിൽവർ ജൂബിലി ഹാളിൽ വച്ച് നടന്ന ചടങ്ങിൽ ജയൻ പുരുഷോത്തമൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. ഏരിയ യൂണിറ്റ് കൺവീനർ ശ്രീലാൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ രക്ഷാധികാരി അജേഷ് കണ്ണൻ സ്വാഗതം ആശംസിച്ചു. കേന്ദ്രസമിതി ഭാരവാഹികളായ സുനീഷ് സുശീലൻ, പ്രകാശ് KP, അനിയൻ നാണോ എന്നിവർ ആശംസകളും നന്ദിയും അറിയിച്ചു. ഉദ്ഘാടനത്തിന് ശേഷം ആരവൻ ടീമിന്റെ നാടൻ പാട്ടും വിവിധ കലാപരിപാടികളും അരങ്ങേറി. സ്റ്റുഡൻസ് ഗൈഡൻസ് ഫോറം സംഘടിപ്പിച്ച ചിത്രരചനാ മത്സരത്തിലെ വിജയികളെയും പങ്കെടുത്ത കുട്ടികളെയും ആദരിച്ചു. ഇന്ത്യൻ ലേഡീസ് അസോസിയേഷൻ പ്രസിഡന്റ് സ്മിത ജെൻസൺ മുഖ്യാതിഥിയായിരുന്നു. വിശിഷ്ടാതിഥികളായ D. കൃഷ്ണകുമാർ, റിച്ചി കളത്തൂരേത്ത് എന്നിവർ പങ്കെടുത്തു. ചടങ്ങിൽ ഡോക്ടർ സുരേഷ് സുബ്രഹ്മണ്യൻ, ജെയിംസ് ജോൺ, മുഹമ്മദ് ബഷീർ ഉൾപ്പെടെയുള്ള പ്രമുഖരെ ആദരിച്ചു. എബ്രഹാം ജോൺ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വിവിധ ഭാഗങ്ങളിലായി സാത്വിക, ആർദ്ര, മേഘ, സ്നേഹാസി എന്നിവർ 1ാം സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. വിജയികൾക്കെല്ലാം ചടങ്ങിൽ ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. ഇന്ത്യൻ യൂത്ത് കൾച്ചറൽ കോൺഗ്രസ് ബഹ്റിൻ ദേശീയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, മുതിർന്ന കോൺഗ്രസ് നേതാവ് CV പത്മരാജൻ എന്നിവരുടെ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. സൽമാനിയ ഇന്ത്യൻ ഡിലൈറ്റ്സ് റെസ്റ്റോറന്റിൽ വച്ച് നടന്ന ചടങ്ങിൽ പുഷ്പാർച്ചനയോടെയാണ് പരിപാടികൾ ആരംഭിച്ചത്. IYCC ആക്ടിംഗ് പ്രസിഡന്റ് ഷാഫി വയനാട് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ സെക്രട്ടറി സലീം അബുത്വാലിബ് സ്വാഗതം ആശംസിച്ചു. ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര മുഖ്യപ്രഭാഷണം നടത്തുകയും ഇരു നേതാക്കളും കേരള രാഷ്ട്രീയത്തിൽ നൽകിയ ജനകീയ സംഭാവനകളെ അനുസ്മരിക്കുകയും ചെയ്തു. മുൻ ദേശീയ ഭാരവാഹികൾ ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. വാർത്തകളുടെ വിശദവിവരങ്ങൾ ഞങ്ങളുടെ വെബ്സൈറ്റായ 4pmnewsonline.com സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെയും ലഭ്യമാണ്. നന്ദി, നമസ്കാരം.